ഹലോ, വെൽക്കം ടു അവർ ചാനൽ. കൂണ് കറിയുടെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. കൂണ് ഒരുക്കി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിലിട്ട് അരമണിക്കൂർ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ, കറിവേപ്പില, തേങ്ങ, മസാലപ്പൊടി ഞാൻ ഉപയോഗിക്കാറില്ലേ. പിന്നെ കുറച്ച് സബോള. എണ്ണ ചൂടായ ശേഷം നമ്മൾ തേങ്ങയിട്ട് അതൊന്ന് വറുത്തെടുക്കാൻ നോക്കാം. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇച്ചിരി ചെറുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വേണം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അടിയിൽ തേങ്ങയ്ക്ക് കരിവ് സംഭവിക്കും. അതുകൊണ്ട് പൊടികൾ ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ബ്രൗൺ കളർ ആവുന്നോടം വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കും. മസാലക്കൂട്ട് നേരത്തെ ഞാൻ ഇട്ട് കൊടുക്കാറില്ല, ആറാവുമ്പോഴാണ് ഇടുന്നത്, ടേസ്റ്റ് മാറാതിരിക്കാൻ. നന്നായിട്ട് കളർ മാറി വരുന്നുണ്ട്. കളർ മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങിയെടുത്ത് നമുക്ക് അരകല്ലിലോട്ടിട്ട് അരച്ചു കൊടുക്കാം. മിക്സിയിൽ അരയ്ക്കേണ്ടവർക്ക് മിക്സിയിൽ അരയ്ക്കാം. ഞാൻ അരകല്ലിലാണ് അരയ്ക്കുന്നത്. വെള്ളം തൊടാതെ അരയ്ക്കണം, എന്നാലാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. അരച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടി വരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറ്റൽ മുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ചെറുക്കനെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളകൊന്ന് ചൂടായി വരാൻ ശേഷം കരിയാപ്പല ഇട്ട് കൊടുത്തു. പിന്നെ സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. വഴന്ന് വരുന്നതേ ഉള്ളൂ. 2 പച്ചമുളക് കീറി ഞാൻ ഇടുന്നതുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. എരിവ് ആവശ്യമില്ലാത്തവർക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സവോള വഴന്ന് വരുന്നതിനും വരെ ലേശം ഉപ്പുകൂടി ഇട്ട് കൊടുക്കുകയാണ്. സവോള ഒന്നും മൊരിഞ്ഞ് പെട്ടെന്ന് വരാൻ വേണ്ടി നമുക്ക് ചില ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ കഴുകി വാരി വെച്ചിരിക്കുന്ന കൂണ് ഇട്ട് കൊടുക്കുകയാണ്. കൂണ് നമുക്ക് നന്നായിട്ട് വഴറ്റി വെള്ളം വറ്റിച്ചെടുക്കണം. എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടത്തുള്ളൂ. യഥാർത്ഥ ടേസ്റ്റ് വരണമെങ്കിൽ വെള്ളം വറ്റിയ കൂണായിരിക്കണം. വെള്ളത്തിൽ വേവിക്കുന്നവർ കാണും, പക്ഷെ ഞാൻ വഴറ്റിയിട്ടാണ് വെക്കുന്നത്. വഴന്ന് വരുന്നതേ ഉള്ളൂ. കൂണ് വഴന്ന് വേറിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി. അരപ്പിന് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പ്രത്യേകം വെള്ളം ഇനി ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടച്ച് വെക്കുകയാണ്. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും പറ്റി ആവശ്യത്തിന് വെള്ളത്തോടെ കറി തിളച്ച് എണ്ണ തെളിയുമ്പോൾ നമുക്ക് വാങ്ങി എടുക്കാം. നല്ല കുറുകി നല്ല കൂണുകറി നല്ല ടേസ്റ്റിലായിട്ടുണ്ട്. മണം വരുമ്പം തന്നെ നമുക്കറിയാം നല്ലതായിട്ടുണ്ട്. അടുത്ത സെർവിങ് ബൗളിലോട്ട് ഞാൻ മാറ്റുകയാണ്. കൂണ് കറി ഇതുപോലെ വെച്ച് എല്ലാവരും നോക്കണം. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ.